بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد كتاب صلاة باب المواقيت അഥവാ സലാത്തിന്റെ സമയത്തെക്കുറിച്ചുള്ള ബാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. عن عبد الله بن عمرو أن نبي الله صلى الله عليه وسلم قال عبد الله بن عمرو بن العاص رضي الله عنه رواية ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു وقت الظهر إذا زالت الشمس وكان ظل الرجل كطوله ما لم يحضر العصر. ളുഹറിന്റെ സമയം സൂര്യന്റെ സവാൽ മുതൽ അഥവാ സൂര്യൻ നേരെ ഉച്ചയിൽ നിന്ന് തലക്ക് മുകളിൽ നിന്ന് തെറ്റിയത് മുതൽ وكان ظل الرجل كطوله ما لم يحضر العصر. ഒരാളുടെ നിഴൽ അയാളുടെ അത്രയും ആകുന്നതുവരേക്കും. ഇതാണ് ളുഹറിന്റെ സമയം. وقت العصر ما لم تصفر الشمس. അസറിന്റെ സമയം സൂര്യൻ മഞ്ഞയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ മറ്റ് ഹദീസുകളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെ. അതാണ് വഖ്ത് ഇഖ്തിയാരി, നമ്മൾ നിസ്കരിക്കൽ വാജിബായ സമയം. ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ അത്രയും ആയത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെ വഖ്ത് ഇഖ്തിയാരി. എന്നാൽ വഖ്ത് ഇൽത്തിറാരി ഉണ്ട്. ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും. ആ സമയം വരെ അസർ നിസ്കരിക്കാൻ വേറെ വഴികളൊന്നുമില്ലാതെ നിർബന്ധിക്കപ്പെട്ടവന്, മുത്തറായവന്. അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. വഖ്തു സലാത്തിൽ മഗ്രിബ്, മഗ്രിബിന്റെ വഖ്ത് മാലം യഗ്ബി ഷഫഖ്, ഷഫഖ് മായുന്നത് വരെ, അഥവാ മഗ്രിബിലുള്ള സൂര്യൻ അസ്തമിക്കുന്ന ഭാഗത്ത് കാണുന്ന ചുവന്ന നിറത്തിൽ ആകാശത്തിൽ കാണുന്ന ഷഫഖുൽ അഹ്മർ, അത് മായുന്നത് വരെ, സൂര്യൻ അസ്തമിച്ചത് മുതൽ, പൂർണ്ണമായി അസ്തമിച്ചത് മുതൽ അത് മായുന്നത് വരെയാണ് മഗ്രിബിന്റെ സമയം. വഖ്തു സലാത്തിൽ ഇശാ, ഇശാ സലാത്തിന്റെ സമയം ഇലാ നിസ്ഫിൽ ലൈലിൽ ഔസത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇലാ നിസ്ഫിൽ ലൈലി അൽ ഔസത്ത്, രാത്രിയുടെ പകുതി വരേക്കാണ്. സൂര്യൻ ഈ ഷഫഖുൽ അഹ്മർ മാഞ്ഞത് മുതൽ, അഥവാ മഗ്രിബിന്റെ സമയം അവസാനിച്ചത് മുതൽ രാത്രിയുടെ പകുതി വരെ, മഗ്രിബിന്റെ സമയം വരെയാണ് നമ്മൾ അവസാനം പറഞ്ഞത്. മഗ്രിബിന്റെ സമയം അവസാനിക്കുന്നതോടെ ഇശ ആരംഭിക്കുകയാണ്. അതിനിടയിൽ ഒരു ഫാസിൽ, ഇടയിൽ യാതൊരു ഇടവേളയുമില്ല. അതുകൊണ്ടാണ് മഗ്രിബും ഇശാവും നമ്മൾ ജംഅ് ചെയ്യുന്നത്. ഒന്നുകിൽ മഗ്രിബും ഇശാവും മഗ്രിബിന്റെ സമയത്ത്, അല്ലെങ്കിൽ രണ്ടും ഇശാഇന്റെ സമയത്ത്. അങ്ങനെ ജംഅ് ചെയ്യുന്നത് ഇങ്ങനെ തമ്മിൽ ഒരു ഇടവുമില്ലാത്ത നിസ്കാരങ്ങൾ തമ്മിലാണ്. ളുഹറും അസറും അതുപോലെ മഗ്രിബും ഇശാവും. സുബ്ഹാകട്ടെ ഒരു നിസ്കാരത്തിന്റെ കൂടെയും ജംഅാക്കാൻ പാടില്ല, അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം, എവിടെയായിരുന്നത്. സലാത്തുൽ ഇശ അതിന്റെ വഖ്ത് ഇലാ നിസ്ഫിൽ ലൈലിൽ ഔസത്ത്, രാത്രിയുടെ പകുതി വരേക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നാൽ പല ഉലമാക്കളും അസറിനുള്ളതുപോലെ, അസർ സലാത്തുൽ അസറിനുള്ളതുപോലെ വഖ്ത് ഇഖ്തിയാരി, വഖ്ത് ഇൽത്തിറാരി എന്നിങ്ങനെ ഇശാക്കുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനവർ തെളിവ് പിടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ വാക്കല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ലൈസ ഫി നൗമി തഫരീത്ത് ഇന്നമ തഫരീതു എന്ന് തുടങ്ങുന്ന ഒരു ഹദീസിൽ, അഥവാ ഉറക്കം കൊണ്ട് തഫരീത്തായി പോവുകയില്ല, അഥവാ തഫരീത്ത് എന്ന് പറഞ്ഞാൽ പാഴായി പോവുകയില്ല. ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെയാണ്, അടുത്ത സമയമായാലാണ് പാഴായി പോവുക എന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവായ ഒരു ഹദീസ്. ഏതെങ്കിലും നിസ്കാരത്തിന് സമയം പറയുന്നില്ല, അതൊരു ആമായ വാക്കാണ്. എന്നാൽ അതിൽ നിന്ന് പല ഉലമാക്കളും തെളിവ് പിടിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഇശാഇനും അസ്റിന് പോലെ വഖ്ത് ഇഖ്തിയാരിയുമുണ്ട്, വഖ്ത് ഇൽത്തിറാരിയുമുണ്ട്. വഖ്ത് ഇഖ്തിയാരി ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞത് ഷഫഖുൽ അഹ്മർ മാന്നത് മുതൽ, അഥവാ മഗ്രിബിന്റെ സമയം അവസാനിച്ചത് മുതൽ ഇലാ നിസ്ഫിൽ ലൈൽ, രാത്രിയുടെ പകുതി വരേക്കും. അതിനുശേഷം തുലൂഉൽ ഫജ്ർ വരെ, ഫജ്ർ ഉദിക്കുന്നത് വരേക്കും ഇശാഇന് സമയമുണ്ട്. പക്ഷേ അത് വഖ്ത് ഇൽത്തിറാരിയാണ്. അഥവാ ആ സമയത്ത് നമ്മൾ കരുതിക്കൂട്ടി ആ സമയത്തേക്ക് നീട്ടി നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ കടം വീടി. പക്ഷേ അങ്ങനെ ചെയ്തവൻ ആസിമുൻ, അവൻ പാപിയാണ്, തെറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല സാധാരണ നിലക്ക്. മുൽത്തറായ ഒരാൾ ഒഴികെ, ഏതുപോലെ ഒരാൾക്ക് ബോധം പോയി, ആ സമയത്താണ് ബോധം വന്നത്, അല്ലെങ്കിൽ അതുപോലെ ഒരാൾക്ക് സംഭവിച്ചാൽ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ്, അയാൾക്ക് കുറ്റമില്ല. ഇങ്ങനെ ഇശാഇനും വഖ്ത് ഇൽത്തിറാരി വഖ്ത് ഇഖ്തിയാരി രണ്ടുണ്ട് എന്ന് പല ഉലമാക്കളും പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു അലം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കുക, പൊതുവെ ആളുകളുടെ മനസ്സിൽ വരിക എത്ര മണിയായിരിക്കും? 12 മണി. യഥാർത്ഥത്തിൽ നിസ്ഫുൽ ലൈൽ എപ്പോഴും 12 മണി ആകണമെന്നില്ല. നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ രാത്രി ആരംഭിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതോടെ, സൂര്യൻ അസ്തമിക്കുന്നതോടെ. രാത്രി അവസാനിക്കുന്നത് ഫജ്ർ ഉദിക്കുന്നതോടെയാണ്. ഫജ്ർ, സൂര്യൻ ഉദിക്കലല്ല, ഫജ്ർ ഉദിക്കുക, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫജ്ർ വേറെ, തുലൂഉൽ ഫജ്ർ വേറെ, തുലൂഉ ശംസ് വേറെ. തുലൂഉൽ ഫജ്റോടെ സുബ്ഹിന്റെ സമയം തുടങ്ങി, എന്നാൽ തുലൂഉ ശംസ് അതോടെ സുബ്ഹിന്റെ സമയം അവസാനിച്ചു. യഥാർത്ഥത്തിൽ രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജ്ർ ഉദിക്കുന്നത് വരെയാണ്, തുലൂഉൽ ഫജ്ർ വരെയാണ്. ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ഇതുപോലെ ഇപ്പോ ഈ തണുപ്പ് കാലങ്ങളിൽ പൊതുവെ പകൽ കുറവായിരിക്കും, രാത്രി കൂടുതലായിരിക്കും. എന്നാൽ പൊതുവെ ചൂട് കാലത്ത് പകൽ കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ പകുതി, അഥവാ മഗ്രിബിന്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ തുലൂഉൽ ഫജ്ർ വരെ, അതിന്റെ നേരെ പകുതി എപ്പോഴാണ്? അപ്പോഴാണ് സൂര്യൻ നിസ്ഫുൽ ലൈൽ, രാത്രിയുടെ പകുതി. അത് എല്ലാ സമയത്തും 12 ആയിരിക്കണമെന്നില്ല. ചില സമയത്ത് ഇങ്ങോട്ടാവാം, ചില സമയത്ത് അങ്ങോട്ടാവാം. അല്ലാഹു അഅലം. അപ്പൊ അതാണ് നിസ്ഫുൽ ലൈൽ, അതാണ് നിസ്ഫുൽ ലൈൽ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖ്തു സ്വലാത്തി സുബ്ഹി മിൻ തുലൂഇൽ ഫജ്രി മാ ലം തത്ലുഇ ശംസ്. വഖ്തു സ്വലാത്തി സുബ്ഹ്, സ്വലാത്തു സുബ്ഹിന്റെ സമയം മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചതു മുതൽ മാ ലം തത്ലുഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരേക്കാണ്. മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഫജ്ർ, തുലൂഉൽ ഫജ്ർ അത് 2 എണ്ണമുണ്ട്. ഒന്ന് ഫജ്ർ സാദിഖ്, മറ്റൊന്ന് ഫജ്ർ അൽ കാദിബ്. ആദ്യം ഒരു വെളിച്ചം ആകാശത്ത് വരും, അത് പക്ഷെ നിൽക്കൂല, കുറച്ചു കഴിഞ്ഞാൽ പോയി പോകും. അത് ആകാശത്തിൽ മുഴുവനായും ഉണ്ടാവുകയില്ല, ഇങ്ങനെ ഒരു പ്രകാശത്തിന്റെ ഒരു തൂണ് പോലെ കാണുന്നതാണ്. എല്ലാ സ്ഥലത്തും വെച്ചത് കാണണമെന്നില്ല. എന്നാൽ യഥാർത്ഥ ഫജ്ർ ഇത് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞിട്ടാണ് ഒരു വെളിച്ചം വരിക. അത് കിഴക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീണ്ട് ആകാശം മുഴുവൻ ആയി കാണാം, അതുപോലെ വീതിയിൽ കാണാം, അതുപോലെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. അത് കൂടി 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 പിന്നെ സൂര്യൻ ഉദിക്കുന്നതോടെ അത് പൂർണ്ണമാകും. മറ്റേ ഫജ്ർ അങ്ങനെയല്ല, അത് പോകും. ആദ്യം ഒരു വെളിച്ചം വരും, പിന്നെ പോയി പോകും. അതല്ല ഫജ്റിന്റെ സമയം, അത് ഫജ്റിന്റെ സമയമല്ല, മറിച്ച് രണ്ടാമത്തേതാണ് ഫജ്റിന്റെ സമയം. അത് ഖിയാമുൽ ലൈലിൽ ഏർപ്പെട്ട ആൾക്ക്, അഥവാ രാത്രി നിസ്കാരത്തിൽ ദീർഘമായി ഏർപ്പെട്ട ആൾക്ക് അതൊന്ന് നിർത്തി കുറച്ച് വിശ്രമിക്കാനുള്ള സമയമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം
ബിലാൽ ബാങ്ക് കൊടുത്താൽ, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, ബിലാലിന്റെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ആരും ഭക്ഷണം നിർത്തരുത്. കാരണം ഫഇന്നഹു യുഅദ്ദിനു ബില്ലൈൽ, ബിലാൽ ബാങ്ക് കൊടുക്കുന്ന രാത്രിയാണ്. എന്നാൽ ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അന്ധനായ സഹാബി, അവിടുന്ന് ബാങ്ക് കൊടുക്കുക ഫജറായാലാണ്. കണ്ണാണൂല, അടുത്തുള്ള ആളോട് ചോദിക്കും ആയോ ഫജറായോ ഫജറായോ എന്ന് ചോദിച്ചിട്ട് ഫജറായി എന്ന് പറഞ്ഞാലേ ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുക്കുള്ളൂ. അപ്പോഴേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തേണ്ടതുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്താഴം നിർത്തേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 മുഅദ്ദിനുകളുണ്ട്. ഒന്നാരാ? ബിലാൽ അൽ ഹബ്ശി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം. 2 ബാങ്കും ഉണ്ട്. ഏത് നിസ്കാരത്തിന്? സലാത്തു സുബ്ഹ്, സുബ്ഹ്സ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 ബാങ്ക് കൊടുത്തിരുന്നു. ഒന്ന് എപ്പോഴാണ്? സുബ്ഹിന്റെ സമയം ആകുന്നതിന് മുമ്പേ, ഒന്നാമത്തെ ഫജ്റിന്റെ സമയത്ത്. ആ ഫജ്റിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുന്നത് എന്തിനാണ്? ചില ആളുകൾക്ക്, രാത്രി നിസ്കരിച്ച ആളുകളാണെങ്കിൽ അവർക്ക് ആ നിസ്കാരം നിർത്തി അല്പം വിശ്രമിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. രാത്രി നിസ്കരിക്കുകയും പിന്നെ കുറച്ച് ഉറങ്ങുകയും അങ്ങനെ ചെയ്യും. അപ്പൊ മറ്റേ ഫജറിനും കൂടി ഉറങ്ങിപ്പോകാ എന്ന് പേടിക്കാത്ത ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഫജറും കൂടി ഉറങ്ങിപ്പോകുന്നു വന്നാൽ ഉറങ്ങാൻ പാടില്ല. ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആൾക്ക് നിസ്കാരം നിർത്താൻ, എന്നാൽ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാം. ഫജർ വരെ, ഫജർ ബാങ്ക് കൊടുക്കുന്നത് വരെ. ആ സമയത്താണ് സഹൂർ ഏറ്റവും അഫ്ദൽ, അത്താഴം കഴിക്കൽ അഫ്ദൽ ആ സമയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ യസാലു അന്നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, ജനങ്ങൾ ഖൈറിലായിരിക്കും അവർ ഫിത്ർ നേരത്തെയാക്കുന്ന കാലത്ത് അത്രയും. സമയമായാൽ സൂര്യൻ അസ്തമിച്ചാൽ ഉടനെ നോമ്പുറക്കുക. അതുപോലെ അത്താഴം വൈകിപ്പിക്കുക. തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അത് ഏതാണ് സമയം? അത്താഴത്തിന്റെ സമയം തന്നെ സുബ്ഹിനോട് അടുത്ത സമയമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ മുഅ്മിനുകളെ കുറിച്ച്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രി കുറച്ചു മാത്രം ഉറങ്ങുന്ന ആളുകളാണ്. വബിൽ അസ്ഹാർ, സഹൂറിന്റെ സമയത്ത് ഹും യസ്തഗ്ഫിറൂൻ, ഒരു ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളാണ്. രാത്രി മുഴുവൻ സലാത്തിലായിരുന്നു, രാത്രിയിൽ ഒരുപാട് സമയം സലാത്തിലായിരുന്നു. പക്ഷെ എന്നിട്ടും അതിന്റെ കിബറല്ല ഉള്ളത്. വീണ്ടും ഇസ്തിഗ്ഫാർ നടത്തുക, വീണ്ടും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചനം തേടുന്നു. അതാണ് മുഅ്മിനുകളുടെ സ്വഭാവം. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞല്ലോ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ചെലവഴിക്കും, അവരുടെ ഖൽബാകട്ടെ പേടിക്കും, തങ്ങൾ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി അവർ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, വലാകിന്നഹും യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ, അവർ നിസ്കരിക്കുകയും നോമ്പ് വെക്കുകയും സദഖ കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വലാകിന്നഹും, എന്നാൽ അവർ ഭയപ്പെടുന്നു, അല്ലാ യുതഖബ്ബല മിൻഹും, ഇത് സ്വീകരിക്കാതെ പോയേക്കുമോ, അള്ളാഹു കബൂലാക്കാതെ പോയേക്കുമോ എന്നവർ പേടിക്കുന്നു. അപ്പൊ ഇതാണ് മുഅ്മിനുകളുടെ സ്വഭാവം. അപ്പോ അത്താഴത്തിന്റെ സമയം ഏറ്റവും അഫ്ദൽ ഈ സമയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അത്താഴത്തിൽ നിന്ന് വിരമിച്ച് അത്താഴം നിർത്തി നിസ്കാരം തുടങ്ങുന്നതിനിടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു? അപ്പോ സഹാബി പറഞ്ഞെന്താ, ഖദ്റു 50 ആയ, 50 ആയത്ത് ഓതുന്ന നേരം. ചില ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് അത്താഴം നിർത്തി ബാങ്ക് കൊടുക്കാനുള്ള സമയം എന്നാണ്. അതല്ല, അവിടെ അദാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഇഖാമത്താണ്. ഇഖാമത്തിന് അഥവാ നിസ്കാരവും അത്താഴം നിർത്തുന്നതും തമ്മിലുള്ള സമയമാണ് 50 ആയത്ത് ഓതുന്ന സമയം എന്ന് സഹാബി പറഞ്ഞിട്ടുള്ളത്. അവരുടെ സമയം പോലും കണക്കിലാക്കൽ നോക്കി എങ്ങനെയാണ്? ഖുർആൻ ആയത്ത് ഓതുന്ന നേരം പറഞ്ഞിട്ടാണ് ഇത്ര ആയത്ത് ഓതുന്ന സമയം. അവരുടെ ജീവിതം അത്രയും ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നു.
ഖുർആൻ തിലാവത്തുൽ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന് തെളിവാണ്. അപ്പൊ ബാങ്കിന് തൊട്ടു മുൻപ് നിർത്തിയാൽ മതി. ബാങ്കിന് തൊട്ടു മുൻപ് നിർത്തിയാൽ മതി. എന്നാൽ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം പെട്ടെന്ന് ഈ എണീറ്റത് വൈകിപ്പോയി, ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കഴിച്ചത് പൂർത്തിയാക്കി പാത്രം താഴേക്ക് വെച്ചാൽ മതി. ബാങ്ക് കൊടുത്താലും എന്നാൽ തുടങ്ങാൻ പാടില്ല. അതൊരു ഖാഇദയാണ്, ഫിഖ്ഹിലൊരു അടിസ്ഥാന നിയമമാണ്. യജൂസു ഫിൽ ഇസ്തിദാമ മാ ലാ യജൂസു ഫിൽ ഇബ്തിദാ. തുടക്കത്തിൽ തുടങ്ങാൻ പാടില്ലാത്ത ചിലത് തുടരൽ അനുവദനീയമാണ്. തുടങ്ങാൻ പാടില്ല, പക്ഷെ തുടരാം. അത് ഫിഖ്ഹിലുള്ള ഒരു നിയമമാണ്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആവാം. അതിൽപ്പെട്ടതാണ് ഭക്ഷണം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരാൾ കഴിച്ചു വരുന്നതാണ്, അപ്പൊ പെട്ടെന്ന് ബാങ്ക് കൊടുത്തു പോയി, അപ്പൊ അത് തീർത്തിട്ട് അവസാനിപ്പിച്ചാൽ മതി. എന്നാൽ ബാങ്ക് കൊടുത്തതിന് ശേഷം തുടങ്ങാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഹറാമിൽ സുഗന്ധം ശരീരത്തിൽ കുളിച്ചു കഴിഞ്ഞ് സുഗന്ധം പുരട്ടി, എന്നിട്ട് ഹറാമിൽ ഒരാൾ സുഗന്ധം പുരട്ടി, എന്നിട്ട് ഒരാൾ കുളിച്ചു, ഹറാമിൽ പ്രവേശിച്ചു, എന്നിട്ട് ഹറാമിലായിരിക്കെ ശരീരത്തിൽ നേരത്തെ പുരട്ടിയ സുഗന്ധത്തിന്റെ ബാക്കി ഉണ്ടായാൽ കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ പുതുതായി പുരട്ടാൻ പാടില്ല. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ 2 ബാങ്ക് സുബ്ഹിന് പള്ളിയിൽ വെച്ച് കൊടുത്തിരുന്നു. ഒന്നെന്തിനാണ്? ആളുകൾക്ക് ഇങ്ങനെ ഇതുപോലുള്ള ഉപകാരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ബാങ്ക് കൊണ്ട്, രണ്ടാമത്തത് ഫജറിന്റെ സമയമായി എന്നറിയിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യാവുന്നതാണ്. ആളുകളുടെ ആവശ്യം അതിനു മുമ്പ് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ചെയ്ത ആളുകൾ ഇപ്പോ ബാങ്ക് കൊണ്ടുവന്നു പുതിയതായിട്ട് എന്ന് പറയും. ഈ എല്ലാം ഇങ്ങനെ ഓരോ ദിവസം പുതിയത് കൊണ്ടുവരുന്നു. ഇപ്പോ കണ്ടില്ലേ, സുബിൻ ബാങ്ക് 2 ഉണ്ട് എന്നിങ്ങനെ ആളുകൾ പറയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സഹാബത്ത് ചെയ്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖ്തു സ്വലാത്ത് സുബ്ഹി മിൻ തുലൂഇൽ ഫജ്രി മാ ലം തത്ലുഅ അശംസ്. തുലൂഉൽ ഫജ്ർ മുതൽ തുലൂഉ ശംസ് വരെയാണ് ഫജ്റിന്റെ സുബ്ഹ നിസ്കാരത്തിന്റെ സമയം. ഇതാണ് 5 സലാത്തിന്റെ സമയങ്ങൾ. وعن أبي برزة الأسلمي رضي الله عنه قال, أبو برزة الأسلمي رضي الله عنه പറയുന്നു, كان رسول الله صلى الله عليه وسلم يصلي العصر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു. ثم يرجع أحدنا إلى رحله في أقصى المدينة والشمس حية. അങ്ങനെ അസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച് ഞങ്ങളിൽ ഒരാൾ മടങ്ങി പോകും. ഇല റഹ്ലിഹി, തന്റെ വീട്ടിലേക്ക്. വീട് എവിടെയാണ്? ഫി അഖ്സൽ മദീന, മദീനയുടെ അറ്റത്താണ്. മദീനയുടെ അറ്റത്ത് അവിടത്തേക്ക് പോകും. വശംസു ഹയ്യത്തുൻ, നമ്മളവിടെ എത്തിയാലും സൂര്യൻ ഹയ്യത്തുൻ. ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവനോടെ ഉണ്ട്. അതിനർത്ഥം സൂര്യൻ അതിന്റെ നല്ല വെളിച്ചം ഉണ്ടായിരിക്കെ തന്നെ, ഉയർന്നു തന്നെ, താണിട്ടില്ല, മഞ്ഞ നിറമായിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച് മദീനയുടെ അറ്റത്തുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയാലും. ഇത് ഈ ഹദീസ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. അതിനുള്ള കാരണം അസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വൽ വഖ്തിൽ തന്നെയാണ് നിസ്കരിച്ചിരുന്നത് എന്നറിയിക്കാനാണ്. എല്ലാ നിസ്കാരങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് പൊതുവെ ആദ്യ സമയത്താണ്. അതാണ് അഫ്ദൽ. ഒരു സലാത്തിന് ആദ്യത്തെ സമയമുണ്ട്, അവസാനത്തെ സമയമുണ്ട്. ആദ്യ സമയത്താണ് അഫ്ദൽ. ഐഷ ഒഴികെ ഐഷ അങ്ങോട്ട് ആക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആളുകളുടെ സൗകര്യം അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. വകാന യസ്തഹിബ്ബു അൻ യുഅഖിറ മിൻ അൽ-ഇശാ. അബൂ ബർസ റളിയല്ലാഹു അൻഹു പറയുന്നു, വകാന യസ്തഹിബ്ബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു, അൻ യുഅഖിറ, വൈകിപ്പിക്കാൻ, മിൻ അൽ-ഇശാ, ഇശാ നിസ്കാരം. വകാന യക്റഹു അൻ-നൗമ ഖബ്ലഹാ വൽ ഹദീസ ബഅദഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു അന്നൗമ, ഉറക്കം, ഖബ്ലഹ, ഇശാഇന്റെ മുൻപത്തെ ഉറക്കവും, വൽ ഹദീസ ബഅദഹ, ഇശാഇന് ശേഷമുള്ള സംസാരവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. അതിനുള്ള കാരണം ഉലമാ വിശദീകരിക്കുന്നത്
ഇശാഇന് മുമ്പ് ഉറങ്ങിയാൽ എന്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? സലാത്തുൽ ജമാഅ, സലാത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് അത് വിൽക്കാനുള്ള കാരണം. അല്ലാഹു അലം. അതിനുശേഷമുള്ള സംസാരമല്ല ബാക്കി എന്ത് കാര്യത്തിൽ മുഴുകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കാൻ കാരണം ഇത് ഹറാമല്ല, പക്ഷെ മക്രൂഹാണ്, ഒഴിവാക്കേണ്ട കാര്യമാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. അതിനുശേഷമുള്ള സംസാരം വിലക്കാനുള്ള കാരണം അങ്ങനെ സംസാരിച്ചിരുന്നാൽ ഉറങ്ങാൻ സമയം വൈകും. ഉറങ്ങാൻ സമയം വൈകിയാൽ സലാത്തുല്ലൈൽ, ഖിയാമുല്ലൈൽ നഷ്ടപ്പെടും. രാത്രി എനിക്ക് അല്ലാഹുവോട് നിസ്കരിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോ എന്ത് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? സലാത്തുൽ ഫജ്ർ. നഊദു ബില്ലാഹ്. സലാത്തുൽ ഫജ്ർ നഷ്ടപ്പെട്ടാൽ പിന്നെ പോക്കണം എന്റെ കാര്യം. ഫർദാൻ സലാത്തുൽ ഫജ്ർ, അത് ജമാഅത്തായി നിസ്കരിക്കുന്നത് മുസ്ലിമിന്റെ അടയാളമാണ്. ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല. അത് ഒഴിവായി പോകുന്ന എന്ത് കാര്യം ജീവിതത്തിലുണ്ടോ അത് ചികിത്സിച്ച് മാറ്റണം, ഒഴിവാക്കണം. യാതൊരു ഒഴികഴിവുമില്ല. എത്രയോ ആളുകൾ, എത്രയോ മുസ്ലിമീങ്ങൾ അവര് സലാത്ത് സുബ്ഹ് ഫജ്റിന് പള്ളിയിൽ കാണൂല. അവരെ കാണാൻ പറ്റുക ചിലപ്പോ വിരലെണ്ണാവുന്ന ദിവസങ്ങളിലായിരിക്കും. 2 ദിവസം വന്ന പിന്നെ 4 ദിവസം കാണൂല. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ല. ആ ജമാഅത്തിന് നമുക്ക് അങ്ങേറ്റം ശ്രദ്ധ വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനുവേണ്ടി ഒരുങ്ങണം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. അതുപോലെ തന്നെയാണ് ഫർദ് പൂർത്തിയായ ആളുകൾ പിന്നെ ശ്രദ്ധിക്കുക. മുസ്തഹബായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല് സലാത്തിൽ ഏറ്റവും, ഫർദ് കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സലാത്തു ജൗഫിൽ ലൈൽ, രാത്രി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഇമു തആം, നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. വഅതീബുൽ കലാം, നിങ്ങൾ സംസാരം നന്നാക്കുക. അതുപോലെ വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. അത്ഇമു തആം, അഫ്ശു സലാം, വഅതീബുൽ കലാം, വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ രാത്രി നിസ്കരിക്കുക, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ. അതുപോലെ സലാം വ്യാപിപ്പിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, സംസാരം നന്നാക്കുക. സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നസ്അലുല്ലാഹൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കുക. ഇഖ്ലാസ് ഉണ്ടാകുന്ന സമയമാണിത്. നമ്മുടെ മുൻഗാമികൾ അവരുടെ കരുത്ത്, അവരുടെ എല്ലാ ലജ്ജത്തും എല്ലാ ആസ്വാദനവും രാത്രി നിസ്കാരമായിരുന്നു, സലാത്തുൽ ലൈൽ. അതുപോലെ നമുക്ക് അവരെത്ര പ്രയാസത്തിലാണ് ജീവിച്ചത്. നമ്മളെപ്പോലെ സൗകര്യത്തിൽ കിടന്നുറങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കൊതടിക്കാതെ, ചൂടില്ലാതെ നല്ല സുഖസുന്ദരമായി ഉറങ്ങാൻ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കാത്ത എത്രയോ മുസ്ലിമീങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. നമ്മുടെ മുൻഗാമികൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അവർ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. പല മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ രാവിലെ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കൂ, രാവിലെ മഅസിയത്ത് ചെയ്യാതിരിക്കൂ, എങ്കിൽ രാത്രി നിസ്കരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യും. അള്ളാഹിന്റെ തൗഫീഖാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. 2, ഉറങ്ങാൻ കിടക്കും പകൽ നന്നാക്കുക, പകൽ അള്ളാഹിനെ മാസിയത്ത് കാണിക്കാതിരിക്കുക. ഉച്ച ഉറക്കം ഖൈലൂല, അത് ശീലിക്കുക. ഉച്ചക്ക് അല്പസമയം ഉറങ്ങുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖീലു ഫഇന്ന ശൈത്താന ലാ യഖീൽ, നിങ്ങൾ ഉച്ചക്ക് ഉറങ്ങുക, ശൈത്താൻ ഉച്ചക്ക് ഉറങ്ങാറില്ല. അതുപോലെ വലതുഭാഗം ചെരിഞ്ഞു കിടക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, വുദു എടുത്ത് ഉറങ്ങാൻ കിടക്കുക. മലക്കുകൾ ദുആ ചെയ്യും, അല്ലാഹുമ്മഗ്ഫിർ ലഹു ഫഇന്നഹു ബാത താഹിറ, അല്ലാഹു ഇവന് പുറത്തു കൊടുക്കണം, ഇവൻ താഹിറായിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് എന്ന് ദുആ ചെയ്യും. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉറങ്ങുക, ഭക്ഷണം കുറയ്ക്കുക. ഇതൊക്കെ രാത്രി എണീറ്റ് നിസ്കരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഇശാഇന് മുമ്പുള്ള ഉറക്കവും സലാത്തുൽ ഇശാഇന് ശേഷമുള്ള സംസാരവും വിലക്കിയിരിക്കുന്നു. ഇത് രണ്ടും
ഒഴിവാക്കേണ്ട സംഗതികളാണ്. ഹറാമല്ല, അതിന് ശിക്ഷയുണ്ട് എന്ന് പറയാനാവില്ല. എന്നാൽ അവന്റെ വാജിബ് അതുകൊണ്ട് മുടങ്ങുന്നുണ്ടെങ്കിൽ ഹറാമാവും. ഇശാക്ക് ശേഷം ചെയ്യുന്ന ഉറക്കമളക്കൽ കൊണ്ട് വാജിബ് ഒഴിവായി പോകുന്നുണ്ടോ, അത് ഹറാമാണ്. കാരണം ഒരു ഹറാമിലേക്കുള്ള വഴി ഹറാമാണ്. ഒരു ഹറാമിലേക്കുള്ള വഴി അത് ഹറാമാണ്. ഒരു വാജിബ് മുടക്കുന്ന കാര്യം ഹറാമാണ്. ഒരു വാജിബ് ഒരാളത് മുടങ്ങിപ്പോകുന്നു എങ്കിൽ ആ മുടക്കുന്ന കാര്യം അവന് ഹറാമാണ്. ഏതുപോലെ പണ്ഡിതന്മാർ ഉദാഹരണമായി പറയുന്ന കാര്യം, ഇപ്പോഴത്തെ കാലത്ത് ഉള്ള ഈ സൗകര്യങ്ങൾ, ഇന്റർനെറ്റും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ, ഒരാൾ ഇതിൽ കളിച്ചിട്ട് അവന്റെ വാജിബായ കാര്യം അതിലവൻ ഇഹ്മാൽ നടത്തുന്നുണ്ടോ? അവന് വാജിബായ കാര്യം. ഇപ്പൊ ഒരാൾക്ക് പിന്നെ അയാൾക്ക് ശമ്പളം കൊടുത്ത് ഒരു വ്യക്തിയുടെ കീഴിൽ അയാൾ ജോലി ചെയ്യണം. ഇത്ര സമയം ഞാൻ ഇന്ന ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഇരിക്കുന്നത്. ഇവന്റെ പണി എന്താ? അവിടെ ഇരുന്നിട്ട് ഇതാണ് ഇങ്ങനെ വേറെ ഏതോ ലോകത്ത് ഈ ഇന്റർനെറ്റിൽ ഇങ്ങനെ കളിക്കലാണ്. അവന് വാജിബായ ഒരു കാര്യം, അവൻ ശമ്പളം വാങ്ങുന്ന കാര്യം അവൻ അതുകൊണ്ട് മുടക്കുകയാണെങ്കിൽ ഈ പ്രവൃത്തി ഹറാമായി തീരും. അവൻ എന്ത് കരാറിലാണോ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത്, അപ്പൊ കരാർ ഇതുകൊണ്ട് പാലിക്കുന്നില്ലെങ്കിൽ അത് ഹറാമായി തീരും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വാജിബ് മുടക്കുന്ന കാര്യം എന്താണോ അത് ഹറാമാണ്. ഹറാമിലേക്ക് എത്തിക്കുന്ന കാര്യം ഹറാമാണ്. നേരെ തിരിച്ചു ഒരു വാജിബിലേക്ക് എത്താൻ ഒരു വഴിയേ ഉള്ളെങ്കിൽ ആ വഴി വാജിബാണ്. ഒരു മുസ്തഹബിലേക്ക് എത്താനുള്ള വഴി അത് മുസ്തഹബാണ്, പുണ്യകരമാണ്. ഏതും അവന്റെ നിയ്യത്ത് നല്ലതാണെങ്കിൽ. എന്നതുപോലെ ഫജ്ർ മുടങ്ങുന്ന നിലക്ക് ഒരാൾ രാത്രി ഉറക്കമിളക്കുന്നുണ്ടെങ്കിൽ ഹറാമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. രാത്രി നേരത്തെ ഉറങ്ങുക, രാവിലെ ഉന്മേഷത്തോടെ നശാത്തോടെ ഖിയാമുല്ലയിലും സുബ്ഹൊക്കെ നിസ്കരിക്കണമെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങണം. അല്ലാഹു വയ്യാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വെറുത്തിരുന്നു. സലാത്തുൽ ഇശാഇന് മുമ്പുള്ള ഉറക്കം, അതിനുശേഷമുള്ള സംസാരം. വകാന യൻഫതിലു മിൻ സലാത്തിൽ ഗദാത്തി ഹീന യഅരിഫു അർറജുലു ജലീസഹു. ഇവിടെ അബൂബർസ റളിയല്ലാഹു അൻഹു ഓരോ നിസ്കാരത്തിന് സമയം പറയുകയാണ്. ഒരാൾ ചോദിച്ചിട്ടാണ് ഇത് പറയുന്നത്. ബുഖാരിയുടെ റിവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു അബൂബർസ റളിയല്ലാഹു അൻഹുവിനോട്. ഇപ്പൊ പറയുന്നതാണ്, അസ്റിന്റെ സമയം പറഞ്ഞു. അസ്ർ നിസ്കരിച്ച് ഞങ്ങൾ പോയാലും സൂര്യൻ ഇങ്ങനെ ഹയ്യത്തായി ഉണ്ടാവും. സലാത്തുൽ ഇശാ ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്തിക്കാറുണ്ടായിരുന്നു. അങ്ങോട്ടാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യം. ആളുകളുടെ സൗകര്യം പരിഗണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. നിസ്കാരം പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്, രാത്രി ഇരിക്കുക എന്നുള്ളത്, ആ സമയം അത്രയും നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം ലഭിക്കും ഏത് നിസ്കാരവും. അത് കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിന് കാത്ത് ഒരാൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അയാൾ നിസ്കാരത്തിൽ തന്നെ ആയിരിക്കും വുദൂ മുറിയാത്തിടത്തോളം കാലം. മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അബൂബർസ റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരത്തിന്റെ സമയം പറയുന്നു. വകാന യൻഫതിലു മിൻ സലാത്തിൽ ഗദാത്ത്. സലാത്തുൽ ഗദാത്ത് എന്ന് പറഞ്ഞാൽ സലാത്തു സുബ്ഹ്. ചില പേരുകൾ അങ്ങനെ വേറെ ഉണ്ട്. ഇപ്പോ ഏതുപോലെ സലാത്തു അൽ ഇശാഇന് ഇശാ നിസ്കാരത്തിന് പറയും സലാത്തുൽ ആതമ. സലാത്തു അൽ ആതമ, ആതമ എന്ന് പറയും. അതുപോലെ മഗ്രിബിന് ഇശ എന്ന് പറയാറുണ്ട്, ഇശാ ഉൽ അവ്വൽ. നമ്മൾ ഇശ എന്ന് പറയുന്ന നിസ്കാരത്തിന് പറയും ഇശാ ഉസാനി. ഒന്നാമത്തെ ഇശാഉ, രണ്ടാമത്തെ ഇശാഉ. ഇങ്ങനെ മുൻഗാമികൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ളുഹറിന് പറയും ഹാജിറ. ഹാജിറ എന്ന നിസ്കാരത്തിന് പറയും. ഹജറ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെല്ലുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പകലിൽ വെളിച്ചുണ്ടായതിനു ശേഷം ആദ്യത്തെ നിസ്കാരം എന്ന അർത്ഥത്തിൽ, നേരത്തെ ഉള്ള നിസ്കാരം എന്ന അർത്ഥത്തിൽ ഹാജിറ എന്ന് പറയും. അതുപോലെ സലാത്തുൽ അസറിന് ഒരു പേരുണ്ടല്ലോ, സലാത്തുൽ വുസ്ത. സലാത്തുൽ വുസ്ത അല്ലാഹു ഖുർആനിൽ പ്രയോഗിച്ചതാണ്. ഹാഫിദു അല സ്വലാത്തി വസ്സലാത്തുൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന് അല്ലാഹു പറഞ്ഞു. സലാത്തുൽ വുസ്ത എന്ന് പറയും. മഗ്രിബിനെ പറഞ്ഞു. ഇശാഇനെ സലാത്തുൽ ആതമ എന്ന് പറയും. സലാത്തു സുബ്ഹ്, സലാത്തുൽ ഫജ്ർ, സലാത്തുൽ ഗദാത്ത് എന്നൊക്കെ സുബ്ഹ് നിസ്കാരത്തിന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തു സുബ്ഹിൽ നിന്ന് സലാം വീട്ടും. ഹീന യഅരിഫു അർറജുലു ജലീസഹു. ഒരാൾ തന്റെ ജലീസിനെ, ജലീസ് എന്നാൽ കൂടെ ഇരിക്കുന്ന ആളെ തിരിച്ചറിയും. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കാരത്തിന് സലാം വീട്ടുമ്പോ ഒരാൾ അടുത്തിരിക്കുന്ന ആളെ തിരിച്ചറിയും.
ഇതാണ് സുബ്ഹിന്റെ സമയം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിക്കാറുണ്ടായിരുന്നത് ഇരുട്ടത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്ർ ثم يخرجن وكان لا يعرفهن احد من الغلس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബ വനിതകൾ പള്ളിയിൽ വെച്ച് സുബ്ഹ് ജമാഅത്തായി നിസ്കരിക്കും. എന്നിട്ട് അവർ പിരിഞ്ഞുപോകും. ഇരുട്ട് കാരണത്താൽ അവരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അതിന്ന് മനസ്സിലാക്കാം, ഇമാം ബുഖാരി അത് കൊണ്ടുവന്നത് ഫജ്ർ നിസ്കാരത്തിന്റെ സമയം എന്ന ബാബിലാണ്, ഫജ്ർ നിസ്കാരത്തിന്റെ സമയം എന്ന അധ്യായത്തിലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടത്ത് തന്നെയാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത് എന്നതിൽ നിന്ന് കിട്ടും. അന്ന് ഇതേപോലെ ലൈറ്റ് ഒന്നുമില്ലല്ലോ. എന്നാൽ നിസ്കാരം കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, കൂടെ ഉള്ള ആളെ, അടുത്തിരിക്കുന്ന ആളെ നിസ്കാരം കഴിഞ്ഞാൽ ഒരാൾ തിരിച്ചറിയും. അത് ഇരുട്ടത്തായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും തിരിച്ചറിയുള്ളൂ. ഇതാരും മാത്രമേ തിരിച്ചറിയുള്ളൂ? ജലീസിനെ. ജലീസ് എന്നാൽ അടുത്തിരിക്കുന്ന ആൾ. ജലീസ് എന്ന് കൂട്ടുകാരന് ജലീസ് എന്ന് പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ജലീസ് സാലിഹി വ ജലീസ് സൂ കഹാമിലുൽ മിസ്കി വ നാഫിഖുൽ കീർ. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ജലീസു സാലിഹ്, മോശം കൂട്ടുകാരൻ ജലീസു സൂ. അതേപോലെ ഹാമിലുൽ മിസ്കി വ നാഫിഖുൽ കീർ, ഒന്ന് മിസ്ക് കൊണ്ടു നടക്കുന്ന ആളെ പോലെ, അത്തർ കൊണ്ടു നടക്കുന്ന ആൾ, വിൽക്കുന്ന ഒരാൾ. എന്നാൽ മോശം കൂട്ടുകാരൻ ഒരു ഇരുമ്പ് കൊല്ലനെ പോലെ. ഒരാളുടെ അടുത്ത് നിന്നാൽ സുഗന്ധം കിട്ടും, ഒന്നിക്ക് വില കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ പുരട്ടിത്തരും. ഇനി അതുമില്ലെങ്കിൽ നല്ല സുഗന്ധമെങ്കിലും കിട്ടും. എന്നാൽ ഇരുമ്പ് ഉരുക്കുന്ന ആളെടുത്ത് ചെന്നാൽ തീ, പുക, ഒന്നുമില്ലെങ്കിൽ മോശം ഗന്ധം. ആ ഹദീസിൽ വന്നിട്ടുണ്ട് ജലീസ്. അവിടെ അർത്ഥം കൂട്ടുകാരൻ, ഇവിടെ ഒന്നിച്ചിരിക്കുന്ന ആൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് സുബ്ഹ് നിസ്കാരത്തിന് സലാം വെട്ടിയാൽ ഒരാൾ തന്റെ അടുത്തിരിക്കുന്ന ആളെ തിരിച്ചറിയും. എല്ലാവരും തിരിച്ചറിയില്ല, അടുത്തിരിക്കുന്ന ആളെ തിരിച്ചറിയും. അങ്ങനെ കുറഞ്ഞൊരു വെളിച്ചം വരും ആ സമയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ പറഞ്ഞു, പോകുന്ന സ്ത്രീകളെ ആർക്കും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. മിനൽ ഗലസ്, എന്ത് കാരണത്താൽ? ഇരുട്ട് കാരണത്താൽ. രണ്ട് ഹദീസ് തമ്മിൽ തനാഖുദല്ല, വൈരുദ്ധ്യമല്ല ഉള്ളത്, മറിച്ച് പരസ്പരം മനസ്സിലാക്കി തരുന്നതാണ്. പറ്റേ ഇരുട്ടുമല്ല, എന്നാൽ വെളിച്ചം വന്നിട്ടുമില്ല. ഈ സമയത്ത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പൂർത്തിയാക്കിയിരുന്നത്. വയഖറഉ ബിസ്സിത്തീന ഇലൽ മിഅ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 മുതൽ 100 വരെ ഓതാറുണ്ടായിരുന്നു. പറഞ്ഞാൽ 60 ആയത്തിന്റെയും 100 ആയത്തിന്റെയും ഒക്കെ ഇടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് സുബ്ഹിനെ ഓതാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൂടുതൽ സമയം ഓതിയിരുന്നത് ഏത് സലാത്തിനാണ്? സലാത്ത് സുബ്ഹ്, സുബ്ഹ്സ്കാരം, പിന്നെ ദുഹർ, പിന്നെ അസർ, അങ്ങനെയാണ്. പിന്നെ ദുഹർ, പിന്നെ അസർ, പിന്നെ കൂടുതൽ ഓതിയിരുന്നത് ദുഹറിനാണ്, പിന്നെ കൂടുതൽ ഓതിയിരുന്നത് അതിനുശേഷം അതിനേക്കാൾ കുറച്ച് ഓതിയത് അസറിനാണ്. ഇങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നത്. അങ്ങനെ ഓതൽ മുസ്തഹബ്ബാണ്. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തത്, വൽ ഇശാഉ അഹ്യാനൻ വ അഹ്യാന, വൽ ഇശാഉ അഹ്യാനൻ വ അഹ്യാന. ഇശാ ചിലപ്പോൾ അങ്ങനെ, ചിലപ്പോൾ ഇങ്ങനെ. ഇദാ റആഹും ഇസ്തമഉ അജ്ജൽ, അവരെല്ലാവരും വന്നു എന്ന് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ആക്കും. ഇശ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് കണ്ടാൽ. വഇദാ റആഹും അബ്തഉ, വൈകിട്ടുണ്ടെന്ന് കണ്ടാൽ അഖർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിപ്പിക്കും. ഇങ്ങനെ ചെയ്തിരുന്നു ഇശാഇനെ. ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിക്കാതെ വൈകിപ്പിക്കും, എല്ലാവരും വന്നിട്ട്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബി, കുട്ടികളും സ്ത്രീകളൊക്കെ ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. അത് മറ്റൊരു കാര്യത്തിനും കൂടി തെളിവാണ്. ഏതിനാ? ചെറിയ ഉറക്കം വധു മുറിക്കുകയില്ല. ചെറുതായി ഇങ്ങനെ തൂങ്ങിപ്പോകുന്നത്, അഥവാ കണ്ണ് അടഞ്ഞു പോകും, തല താഴ്ന്നു പോയാൽ ഉണരും, അല്ലെങ്കിൽ അടുത്ത് ചെറിയൊരു ശബ്ദം കേട്ടാൽ തിരിച്ചറിയും. ഇങ്ങനെയുള്ള ഉറക്കം അത് വധു മുറിക്കുകയില്ല. അല്ലാത്ത ഗാഠമായ ഉറക്കം കൊണ്ട് വധു മുറിയുന്നതാണ്.
ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇനെ ചെയ്തിരുന്നു. അപ്പൊ ആളുകളുടെ സൗകര്യം എങ്ങനെയാണോ അവർക്ക് ഒരു നാട്ടിലെ പള്ളിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് അത് തീരുമാനിക്കാവുന്നതാണ്. അവിടുത്തെ ആളുകൾക്ക് സൗകര്യമനുസരിച്ച് അത് തീരുമാനിക്കാവുന്നതാണ്. ലാ ദററ വലാ ദിറാർ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, വസ്സുബ്ഹു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിഹാ ബിഗലസിൻ. വസ്സുബ്ഹു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിഹാ ബിഗലസിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് ഗലസുള്ള സമയത്താണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്ന അതേ വാക്കാണ് ഗലസ്. ഗലസ് എന്നാൽ ഇരുട്ട്. ഇരുട്ടിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇരുട്ടുള്ള നിസ്കാരങ്ങൾക്കാണ് ജഹറായി ഖിറാഅത്ത് ഉള്ളത്, ഉച്ചത്തിൽ ഓതുന്നത്. സുബ്ഹ്, മഗ്രിബ്, ഇശ. വെളിച്ചത്തിലുള്ള നിസ്കാരത്തിൽ ആണ് പതുക്കെ ഓതുന്നത് ഫർദായ നിസ്കാരങ്ങളിൽ. എന്നാൽ ഫർദല്ലാത്ത മുസ്തഹബായ ചില നിസ്കാരങ്ങളുണ്ട് ഒച്ചത്തിൽ ഓതുന്നത്. ഏതൊക്കെ? സലാത്തുൽ ഈദൈൻ, പെരുന്നാൾ നിസ്കാരം, സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, ഈ വക നിസ്കാരം. അതുപോലെ പിന്നെ സലാത്തു അൽ കുസൂഫ് അഥവാ ഗ്രഹണ നിസ്കാരം, പകലിൽ ഗ്രഹണം സംഭവിച്ചാൽ ഈ നിസ്കാരങ്ങളിൽ ഉച്ചത്തിലാണ് ഓതുന്നത്. പകലിലാണെങ്കിലും ഫർദായ സലവാത്തിൽ പകലിൽ വെളിച്ചത്തിൽ ഉള്ള നിസ്കാരത്തിൽ പൊതുവെ മെല്ലെയും ഇരുട്ടിലുള്ള നിസ്കാരത്തിൽ ഉച്ചത്തിലുമാണ് ഓതാറുള്ളത്. അതുപോലെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം فأقام الفجر حين انشق الفجر والناس لا يكاد يعرف بعضهم بعضا. റസൂലുള്ളാഹി ഫജ്റിന് ഇഖാമത്ത് കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫജ്റിന് ഇഖാമത്ത് കൊടുത്ത് ജനങ്ങളെയും കൊണ്ട് റസൂൽ നമസ്കരിച്ചത് ഹീന ഇൻഷഖൽ ഫജ്ർ, പ്രഭാതം. ഫജ്ർ അത് പിന്നെ ഇൻഷഖ അഥവാ പൊട്ടിപ്പിളർന്നു, ഫജ്ർ ഉദിച്ചു. അതിനുശേഷമാണ് വന്നാസു, ജനങ്ങൾ ലാ യകാദു യഅരിഫു ബഅദുഹും ബഅദാ, അവർ ചിലർക്ക് ചിലരെ തിരിച്ചറിയാൻ സാധിക്കാത്ത സമയത്ത് അഥവാ ഇരുട്ടുള്ള സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചത്. ഈ ഹദീസുകളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം വ്യക്തമാക്കി തരുന്നു. സമയം ഇങ്ങനെയാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ്, ഏത് സമയത്താണ് ഇഖാമത്ത് നടപ്പിലാക്കിയിരുന്നത്, ആ സമയത്താണ് നമുക്കും മുസ്തഹബായിട്ടുള്ളത്. നമ്മളും ആ സമയത്താണ് ജമാഅത്തുകൾ നടപ്പിലാക്കേണ്ടത്. എന്നാൽ അയാൾ നിസ്കാരം വീടിയിരിക്കുന്നു, സലാത്തിന്റെ സമയത്തിൽ ഏത് സമയത്തും അയാൾ നിസ്കരിച്ചാലും, ഇപ്പോൾ ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഏത് സമയത്തും ഒരാൾ നിസ്കരിച്ചാലും നിസ്കാരം അയാൾക്ക് കിട്ടിയിരിക്കുന്നു. ബുഹർ, സവാലു ശംസ് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെ ഏത് സമയത്ത് നിസ്കരിച്ചാലും അയാൾക്ക് ബുഹർ കിട്ടിയിരിക്കുന്നു. അയാൾ ജമാഅത്ത് നിർബന്ധമുള്ള ആളാണ്. ജമാഅത്ത് ഒഴിവാക്കിയാൽ അയാൾക്ക് അതിന്റെ കുറ്റമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നിസ്കാരം കിട്ടിയിരിക്കുന്നു, വഖത്തിൽ തന്നെയാണ് അയാൾ നിസ്കരിച്ചിട്ടുള്ളത്. പക്ഷേ ജമാഅത്ത് നമ്മൾ നടപ്പിലാക്കേണ്ട മുസ്തഹബായ സമയങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനി റാഫി റളിയല്ലാഹു അൻഹു, റാഫി ഇബ്ൻ ഖദീജ്, ഒരു സഹാബിയാണ്, റാഫി ഇബ്ൻ ഖദീജ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നു, കുന്നാ നുസല്ലിൽ മഗ്രിബ് മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മഗ്രിബ് നിസ്കരിക്കും. വയൻസരിഫു അഹദുനാ, എന്നിട്ട് ഞങ്ങളിൽ ഒരാൾ പിരിഞ്ഞു പോയാൽ, നിസ്കരിച്ചിട്ട് പോയാൽ, വഇന്നഹു ലയുബ്സിറു മവാഖിഅ നബ്ലിഹി, വഇന്നഹു ലയുബ്സിറു, പോകുമ്പോൾ അയാൾക്ക് കാണാം, മവാഖിഅ നബ്ലിഹി, തന്റെ അമ്പ് എറിഞ്ഞാൽ അമ്പ് എവിടെയാണ് വീഴുന്നത് ആ സ്ഥലം അയാൾക്ക് കാണാം. ഇങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ മഗ്രിബിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നത്. എന്ന് പറഞ്ഞാൽ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായ ഇരുട്ട് വന്നിട്ടുണ്ടാവുകയില്ല, വെളിച്ചം അവിടെ ബാക്കിയുണ്ട്. അങ്ങനത്തെ സമയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നടപ്പിലാക്കിയിരുന്നത്. മഗ്രിബിന്റെ സമയം നമ്മൾ പറഞ്ഞു, ഷഫഖുൽ അഹ്മർ നായുന്നത് വരെ മഗ്രിബിന് സമയമുണ്ട്. സൂര്യൻ അസ്തമിച്ചത് മുതൽ ഷഫഖുൽ അഹ്മർ, ചുവന്ന ഷഫഖ്, അത് ചക്രവാളത്തിൽ നിന്ന് മായുന്നത് വരെ ഒരാൾക്ക് സമയമുണ്ട്. പക്ഷേ അതുവരെ അയാൾക്ക് സമയമുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് നിസ്കരിച്ചത്. പല പള്ളികളിലും മഗ്രിബിന് മുമ്പ് ഉള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ സമയം കൊടുക്കാറില്ല. തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പള്ളിയിൽ
ബാങ്ക് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റിവായത്ത് ചെയ്തു, ഞാൻ കണ്ടിട്ടുണ്ട് കിബാർ സഹാബത്തിൽ കിബാറുകളെ യബ്തദിറൂന ഇല സവാരി, അവർ തൂണുകൾക്ക് നേരെ ധൃതിപ്പെട്ട് ചെല്ലാറുണ്ടായിരുന്നു മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. തൂണുകൾക്ക് നേരെ അവർ ധൃതിപ്പെട്ട് ചെല്ലാറുണ്ടായിരുന്നു. എന്തിനാണ് തൂണുകൾക്ക് നേരെ ചെല്ലുന്നത്? സൂത്രക്ക് വേണ്ടി. സൂത്ര നിസ്കരിക്കുമ്പോൾ മുന്നിൽ സൂത്ര വേണം, ഒരു മറ വേണം. മറക്ക് അടുത്ത് നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അയാൾ സുജൂദ് ചെയ്താൽ അയാളുടെ തലയും മറയും തമ്മിൽ ഒരു ആടിന് കടന്നു പോകാനുള്ള ദൂരം, അത്രയും അകലത്തിൽ നിന്നിട്ടാണ് സൂത്ര, അത്ര അകലത്തിലാണ് പാലിക്കേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സൂത്രക്ക് നമുക്കിടയിൽ ആടിന് കടന്നു പോകാനുള്ള സ്ഥലം, അങ്ങനല്ല. അങ്ങനെ കുറച്ച് സ്ഥലം വിട്ടാൽ പോരാ. സുജൂദ് ചില ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെ വളഞ്ഞിട്ടാണ്, നടുനിവരാതെ. ഒരാളുടെ 2 തുടകളും വയറും തമ്മിൽ പൊട്ടിയതുപോലെ അടുപ്പിച്ച്, അങ്ങനെയല്ല, രണ്ടും തമ്മിൽ അകലണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരേക്ക് സുജൂദ് ചെയ്യണം, എന്നാലത് സംഭവിക്കുള്ളൂ. എന്നാൽ അങ്ങനെ നന്നായി കിടന്നതുപോലെ ആകാനും പാടില്ല, എന്നാൽ ചുരുണ്ട് കാലുകളും വയറുകളും തമ്മിൽ പൊട്ടിയതുപോലെയും ആകാൻ പാടില്ല. മുഅ്തദിലായി, മുതവസ്സിത്തായി ഒരു മധ്യമ നിലപാട് സ്വീകരിക്കണം. നടു നിവർന്ന് മുന്നോട്ടേക്ക് സുജൂദ് ചെയ്യുക. സുജൂദ് ചെയ്താൽ തുടകളും വയറും തമ്മിൽ അകലത്തിലായിരിക്കുക. എന്നിട്ട് അത് സൂത്ര നമ്മുടെ മുന്നിലുണ്ടായിരിക്കും, ഒരു മറ മുന്നിലുണ്ടായിരിക്കുക. ആ മറ നമ്മുടെ മുന്നിലുണ്ടാകണം. തലയും മറയും തമ്മിൽ ഉള്ള അകലം ഒരാടിന് കടന്നു പോകാൻ അത്രയും അടുത്ത് നിൽക്കുക. അങ്ങനെയാണ് നമ്മൾ മറ സ്വീകരിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഈ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തൂണുകൾക്ക് നേരെ വേഗത്തിൽ ചെന്നിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ചില പള്ളികളിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇഖാമത്ത് കൊടുക്കും. അത് ശരിയല്ല. ജനങ്ങൾക്ക് ഇഖാമത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം കൊടുക്കേണ്ടതാണ്. റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബത്തായ ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ച് പിരിഞ്ഞു പോയാൽ ഒരാൾ തന്റെ അമ്പ് എറിഞ്ഞാൽ അത് വീഴുന്ന സ്ഥലം കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇരുട്ട് വന്നിട്ടില്ല. ഇനി عائشة رضي الله عنها قالت, عائشة رضي الله عنها പറയുന്നു, أعتم رسول الله صلى الله عليه وسلم ذات ليلة بالعشاء حتى ذهب عامة الليل ثم خرج فصلى وقال إنه لوقتها لولا أن أشق على أمتي. عائشة رضي الله عنها أعتم رسول الله صلى الله عليه وسلم ذات ليلة بالعشاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം അഅ്തമ എന്നാൽ ദീർഘിപ്പിച്ചു അഥവാ രാത്രി അങ്ങോട്ടേക്കാക്കി. ഹത്താ ദഹബ ആമ്മത്തുൽ ലൈൽ, രാത്രിയുടെ ഭൂരിഭാഗവും കഴിഞ്ഞു പോകുന്ന സമയം വരേക്കും, ആമ്മത്തുൽ ലൈൽ പോകുന്നത് വരേക്കും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് ദീർഘിപ്പിച്ചു ഇശാ. ثم خرج فصلى, പിന്നെ റസൂലുള്ള പള്ളിയിലേക്ക് പുറപ്പെടുകയും എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തു. രാത്രി വളരെ വൈകിപ്പിച്ചു ഇശ. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലവഖ്തുഹാ ലൗലാ അൻ അശുഖ അലാ ഉമ്മതി. ഇന്നഹു ലവഖ്തുഹാ, ഇതാണ് ഇശാഇന്റെ സമയം. ഇന്നഹു ലവഖ്തുഹാ, ഇതാണ് ഇശാഇന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇന്നഹു അഫ്ദൽ വഖ്തിഹാ എന്നാണ് അർത്ഥം. ഇതാണ് ഇതിന്റെ ഏറ്റവും അഫ്ദലായ സമയം. ആ സമയം ഇത്തിരി മുമ്പ് സ്കരിച്ചാൽ ശരിയാവില്ല എന്നല്ല, ഇതാണ് അഫ്ദലായ സമയം. ലൗലാ അൻ അശുഖ അലാ ഉമ്മതി, എന്റെ ഉമ്മത്തിന് ഞാൻ പ്രയാസം ഉണ്ടാക്കുമായിരുന്നില്ലെങ്കിൽ, അഥവാ ഉമ്മത്തിന് പ്രയാസമാകും എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എല്ലായ്പ്പോഴും നിസ്കരിക്കാതിരുന്നത്. ഈ ദീനിൽ യാതൊരു ഹറജുമില്ല, ഒരു പ്രയാസവും ഇല്ല. ഈ ദീൻ എളുപ്പമാണ്. അൽ ഹനീഫിയത്തു സംഹ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ദീനാണിത്. സംഹ ആയ ദീനാണ്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായ, അതാണ് ഹനീഫിയ. സംഹത്തിന്റെ ദീനാണിത്, അഥവാ വിശാലതയുള്ള വിട്ടുവീഴ്ചയുള്ള ദീനാണ്. ഒരു പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ ഉണ്ടാക്കിയിട്ടില്ല. ചില ആളുകൾക്ക് ഹറാം ഒഴിവാക്കൽ പ്രയാസമായിരിക്കും, വാജിബ് ചെയ്യൽ പ്രയാസമായിരിക്കും. അള്ളാന്റെ ദീന് പ്രയാസമായതുകൊണ്ടല്ല, അവന്റെ കൽബ് വളരെ മോശമായതുകൊണ്ടാണ്.
അവന്റെ ഖൽബ് അള്ളാഹുവിന്റെ ദീനിലേക്ക് വിശാലമായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ ഉള്ള ഹറാം അത് ഒഴിവാക്കാൻ യാതൊരു പ്രയാസമില്ല. കാരണം ഹറാം എണ്ണപ്പെട്ടതാണ്. ഹറാം എണ്ണാൻ പറ്റും, ഹലാലോ എണ്ണാൻ പറ്റില്ല. അത് എമ്പാടുമുണ്ട്. അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് മാത്രമാണ് ഹറാം നമ്മുടെ മുആമലാത്തുകളിൽ, ഇടപാടുകളിൽ. ബാക്കിയൊക്കെ ഹലാലാണ്. ഇബാദത്തുകളിലോ അള്ളാഹു അസ്ൽ ഹറാമാണ്. ഇബാദത്തിൽ അസ്ൽ അടിസ്ഥാനം ഹറാമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. എന്താണ് അള്ളാഹു പഠിപ്പിച്ചത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതേ ചെയ്യാൻ പാടുള്ളൂ. മുആമലാത്തിലോ ഇടപാടിലോ അസ്ൽ ഹലാലാണ്. ഏത് കച്ചവടവും ഏത് വസ്ത്രവും ഏത് സംഗതിയും ഏത് ഇടപാടും ഹലാലാണ്. ഹറാമാണ് എന്നതിനാണ് തെളിവ് വേണ്ടത്. ഒരാൾ കച്ചവടം ചെയ്യുന്നു, ഒരാൾ പറഞ്ഞു ഇത് ഹറാമാണ്. അപ്പൊ അവനോട് ചോദിക്കണം എന്താണ് തെളിവ്, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? തെളിവുണ്ടെങ്കിൽ അത് ഹറാമാവുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കച്ചവടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലോ ഇല്ല, അത് ഹറാമാവില്ല. കാരണം മുആമലാത്തിൽ ഇടപാടുകളിലെല്ലാം ഹലാലാണ്, ഹറാമാണ് എന്ന് നസ്സ് വന്നതൊഴികെ. എന്നാൽ ഇബാദത്തിലോ, ഇബാദത്തിൽ അസ്ൽ ഹറാമാണ്, പാടില്ല. ചെയ്യാനാണ് തെളിവ് വേണ്ടത്, ചെയ്യാനാണ് തെളിവ്. ഒരാൾ പുതിയൊരു ഇബാദത്ത് കൊണ്ടുവന്നു, എന്നിട്ട് അയാളോട് ഇത് പാടില്ല, ഖുർആനില്ല ഹദീസില്ല എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചു പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഖുർആനിലോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നുള്ളതാണ് അസ്ൽ. പാടുണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത്. കാരണം അല്ലെങ്കിൽ ഖിയാമത്ത് നാളെ ആരൊക്കെ എന്തൊക്കെ വിദഅത്ത് കൊണ്ടുവരും, ആരൊക്കെ എന്തൊക്കെ വിദഅത്ത് കൊണ്ടുവരും. ഇതൊക്കെ ഇന്നത് പാടില്ല, ഇന്നത് പാടില്ല. ഇപ്പോ മൗലൂദ് പാടില്ല, അല്ലെങ്കിൽ ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്ന മുഹറമിന് കാട്ടിക്കൂട്ടുന്ന പല തോന്നിവാസങ്ങൾ, ഇത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. കാരണം ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ ഇബാദത്തായി ചെയ്യാൻ പാടില്ല. എന്നാൽ മുആമലാത്ത് അങ്ങനെയല്ല, അതിൽ ഹലാലാണ് അസ്ൽ, ഹലാലാണ് എമ്പാടുമുള്ളത്. ഹറാമല്ലാത്തതെല്ലാം ഹലാലാകുന്നു. ഹറാം എണ്ണപ്പെട്ടതാണ്, അത് മഹ്സൂറാണ്. വലില്ലാഹിൽ ഹംദ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ സമയത്താണ് ഇശാ നിസ്കരിക്കുക. ഏതുപോലെ മിസ്വാക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്വാകി മഅ കുല്ലി വുദൂ. എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ അവരോട് കൽപ്പിച്ചേനെ എല്ലാ വുദൂവിന്റെ കൂടെയും മിസ്വാക്ക് ചെയ്യാൻ. ചില റിവായത്തുകൾ എല്ലാ സലാത്തിന്റെ കൂടെ, എല്ലാ നിസ്കാരത്തിന്റെ കൂടെ ഉമ്മത്തിന് പ്രയാസമാകാതിരിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കാതിരുന്നത്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാഹ്. ചൂട് കഠിനമായാൽ ഇദാ ഇസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാഹ്, നിങ്ങൾ സലാത്ത് തണുപ്പാക്കുക. അബ്രിദു എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ടേക്ക് ആക്കുക, തണുപ്പുള്ള സമയത്തേക്ക് ആക്കുക. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ഈ കഠിനമായ ചൂട് നരകത്തിന്റെ ഫൈഹാണ്. അഥവാ നരകം അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, എന്റെ ചിലതിനെ തിന്നുകളഞ്ഞു. നരകത്തിന്റെ ചൂട് കൊണ്ട് അതിന്റെ ചിലതിനെ തന്നെ തിന്നുകളഞ്ഞു. നരകം സംസാരിക്കും, അത്രയും ചൂടുണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈദ്, അള്ളാഹു പറഞ്ഞു, അത് അതിന്റെ കോപം കൊണ്ട് പരസ്പരം വിണ്ടുകീറുമാറാകുന്നു. അത്രയും കഠിനമായ ചൂടാണ്. അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിനക്ക് 2 നഫസ് നാം അനുമതി നൽകിയിരിക്കുന്നു. നഫസ് എന്നാൽ ശ്വാസം വിടുക. ഒന്ന് ചൂടിന്റെ സമയത്താണ്, ഒന്ന് ഏറ്റവും തണുപ്പിന്റെ സമയത്താണ്. നരകത്തിൽ 2 ശിക്ഷയുണ്ട്. എന്താണത്? ഒന്ന് കൊടും ചൂടാണ്, ഒന്ന് കൊടും തണുപ്പാണ്. ഇല്ല ഹമീമൻ വഗസ്സാഖ ജസാഅ വിഫാഖ. അല്ലാഹു പറഞ്ഞു, ഇല്ല ഹമീമ വഗസ്സാഖ, അവർക്ക് കുടിക്കാൻ ഹമീമും ഗസ്സാഖും അല്ലാതെ ഇല്ല. ഹമീം എന്നാൽ കൊടും ചൂടുള്ള വെള്ളമാണ്, ഗസ്സാഖ് എന്നാൽ കൊടും തണുപ്പുള്ള ചീഞ്ഞു നാറുന്ന വെള്ളമാണ്. നസഅലുല്ലാഹൽ ആഫിയ. ഇങ്ങനെ അള്ളാഹു തണുപ്പ് കൊണ്ടും ശിക്ഷിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന് 2 നഫസിന് അള്ളാഹു അനുമതി കൊടുത്തു, 2 തവണ ശ്വാസം വിടാൻ. അതാണ് ചൂടുകാലത്ത് നിങ്ങൾ അനുഭവിക്കുന്നത്. അതാണ് നിങ്ങൾ ഏറ്റവും തണുപ്പുള്ള സമയത്തും ഏറ്റവും ചൂടുള്ള സമയത്തും അനുഭവിക്കുന്നത്. ചൂട് വർദ്ധിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ കുറച്ച് അങ്ങോട്ടേക്കാക്കാൻ
അനുവദിച്ചിരിക്കുന്നു. സാധാരണ സമയത്ത് ആദ്യ സമയത്താണ്. എന്നാൽ ചൂടുണ്ടായാൽ കുറച്ചങ്ങോട്ടേക്ക് സ്വലാത്ത് നീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.